ഹലോ, അങ്ങനെ ഹൗസ് ബോട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ സർക്കാരിൻ്റെ ബോട്ടിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് കേട്ടോ. ഈ സമയത്ത് ഞാൻ റീലിന് വേണ്ടിയിട്ട് കുറച്ച് വീഡിയോസൊക്കെ എൻ്റേത് സെറ്റാക്കി. കാരണം മിക്കവാറും വീഡിയോ ഞാൻ എടുക്കുന്നതുകൊണ്ട് എൻ്റെ വീഡിയോസൊക്കെ വളരെ കുറവായിരിക്കും. അപ്പോൾ ഞാനങ്ങനെ വീഡിയോ ഒക്കെ സെറ്റാക്കി. കണ്ണത്താ ദൂരത്തോളം ഇങ്ങനെ പരന്ന് കിടക്കുന്ന കായലിൽ കാലിട്ട് ഇങ്ങനെ അടിച്ചിരിക്കാൻ നല്ല രസമാണ് കേട്ടോ. ഇത് കണ്ടിട്ട് പോകുന്ന കുറേ ടൂറിസ്റ്റുകൾ ഇങ്ങനെ ടാറ്റൊക്കെ തന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് സാംബശിവൻ്റെ ആയിഷ എന്നുള്ള ആ കഥാപ്രസംഗമാണ്. നിങ്ങൾ ആരെങ്കിലും അത് കേട്ടിട്ടുണ്ടോ? ഇപ്പോഴത്തെ ജനറേഷൻ കുട്ടികൾക്കൊന്നും അറിയാനേ സാധ്യതയില്ല. വയലാറിൻ്റെ ഒരു കവിതയാണ് ആയിഷ. അങ്ങനെ 15 മിനിറ്റിൻ്റെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ബോട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. ഇതൊരു കാത്തിരിപ്പായിട്ടൊന്നും തോന്നുന്നില്ല, കാരണം നല്ല രസമില്ല അവിടെ ഇങ്ങനെ നിന്ന് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട്. പക്ഷേ ഈ ബോട്ടിനകത്ത് ഇരുന്നുള്ള കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കായലല്ല, ഇത് കടലാണോ എന്ന് തോന്നിപ്പോവും. ചുറ്റും കടൽ. ഒരു സൈഡിൽ നോക്കി നമ്മൾ അടുത്ത സൈഡിലോട്ട് നോക്കുന്നു, കാഴ്ചകളോട് കാഴ്ചകൾ. ഈ ആഴപ്പരപ്പിലോട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ചെറിയ ഭയമൊക്കെ തോന്നും ആർക്കാണേലും. ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്ന ചേച്ചിമാരും ഡ്രസ്സ് കഴുകുന്നവർ, പാത്രങ്ങൾ കഴുകുന്നവർ, മീൻ മുറിക്കുന്നവർ, ഇങ്ങനെ പല കാഴ്ചകളും കണ്ടിട്ടാണ് നമ്മുടെ യാത്ര. പിന്നെ ഈ ശ്രീനാരായണ ഗുരുവിൻ്റെ ശരിക്കുള്ള അമ്പലങ്ങൾ ഞാൻ കണ്ടത് ഇവിടെ നിന്നാണ് കേട്ടോ. നമ്മളവിടേക്ക് ഉണ്ടാവും, പക്ഷേ ആരാധനയൊക്കെ നടത്തുന്ന രീതിയിലുള്ള അമ്പലങ്ങൾ ഇവിടെ നിന്നാണ് കണ്ടത്. അങ്ങനെ നമ്മളുടെ ഇറങ്ങാനുള്ള സ്പോട്ടിലെത്തി. KSRTCയുടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ, വാക്കബിൾ ഡിസ്റ്റൻസ് ഉള്ളൂ. ഒരു 2 മിനിറ്റ് നടക്കാനുള്ള വഴിയുള്ളൂ. തിരിച്ചു പോകാനും KSRTCയുടെ സീറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേട്ടോ ബസ്സുള്ളത്. അപ്പോൾ ഞങ്ങളവിടെ നിന്ന് നാരങ്ങ വെള്ളവും ഉപ്പു സോഡയും സർബത്തും അങ്ങനെയൊക്കെ കുടിച്ചിട്ട് ആലപ്പുഴ ടൗണിൽ ചുമ്മാ ഒന്ന് നടന്നു. നമ്മളൊരു പുതിയ സ്ഥലത്ത് വന്നതല്ലേ, ചുമ്മാ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് പിന്നെ രാത്രിക്കലത്തെ ഫുഡൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് എല്ലാവരും വീണ്ടും KSRTCയിലോട്ട് വന്നു. യാത്രകൾ അവസാനിക്കാതിരിക്കട്ടെ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാവേ.